ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈത്തപ്പഴം നിറച്ചതാണ് ഉണ്ടാക്കുന്നത്. നോമ്പു തുറക്ക് ഒരു സ്പെഷ്യൽ സ്നാക്ക് ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ വ്യത്യസ്തമായ രീതിയിൽ ചെയ്തിട്ടുള്ള ഈത്തപ്പഴം നിറച്ചത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. ഒരു 12 ഡേറ്റ്സ് ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം ഒരു കാഷ്യൂ നട്ടും കുറച്ച് തേങ്ങയും കൂടെ വെച്ച് കൊടുക്കണം. ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നമ്മുടെ സാധാ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഈ കാഷ്യൂ നട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഞാൻ ഈത്തപ്പഴം എല്ലാം കാഷ്യൂ നട്ടും കോക്കനട്ടും വെച്ചിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അല്പം വെള്ളം ഒഴിച്ചൊരു തിക്ക് ബാറ്റർ ആക്കി എടുക്കണം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ. നമുക്ക് ഓരോ ഈത്തപ്പഴം എടുത്ത് ഇതൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വലിയ ഓട്സാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഈത്തപ്പഴം ബാറ്ററിൽ മുക്കി ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം. കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈത്തപ്പഴം എല്ലാം ഓട്സിലൊന്ന് കോട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടൊന്ന് വറുത്ത് പോരാം. നമ്മൾ ഡേറ്റ്സ് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതൊരു കട്ടിയായിട്ട് വരും. ഇനി നമുക്കിത് ചൂടായ ഓയിലിട്ടിട്ട് ഒന്ന് വറുത്ത് പോരാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം വേണം നമുക്കിത് വറുക്കാൻ. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. നമുക്ക് എല്ലാതും വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈത്തപ്പഴം എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു സ്വന്തം ഐഡിയ വെച്ച് ഇതൊന്ന് ചെയ്ത് നോക്കിയതാണ്. നല്ല ടേസ്റ്റ് തോന്നി കഴിക്കാൻ. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റിയും ക്രിസ്പിയും ആയിട്ടുള്ള ഈ ഈത്തപ്പഴം നിറച്ചത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.